Let me discuss problems in swap chapter. First problem. Let us consider an example of valuation of swap assuming it to be pair of bond. That is two bond. അതായത് സ്വാപ്പ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സ്വാപ്പ് വാല്യൂ ചെയ്യുക എന്നുള്ളത്. പക്ഷേ ആ വാല്യൂ ചെയ്യുന്നതിൽ പല മെത്തേഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളുടെ സിലബസ് പ്രകാരം നമ്മൾ പഠിക്കുന്നത് സ്വാപ്പ് ആസ് എ പോർട്ട്ഫോളിയോ ഓഫ് ടു ബോണ്ട്സ്. രണ്ട് ബോണ്ടുകളുടെ ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് എങ്ങനെയാണ് സ്വാപ്പിനെ വാല്യൂ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ സ്വാപ്പ് ആസ് എ സീരീസ് ഓഫ് ഫോർവേഡ് കോൺട്രാക്റ്റ് എന്നുള്ള മെത്തേഡിലും ആ ഒരു അപ്രോച്ചും സ്വാപ്പ് വാല്യൂഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ ഈ പെയർ ഓഫ് ബോണ്ട് എന്നുള്ള അപ്രോച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ അസ്യൂം ദാറ്റ് 2 years ago firm A has entered a 5-year interest rate swap where it receives fixed 8% and pays MIBOR plus 1%. MIBOR means Mumbai Interbank Offer Rate. ഓക്കെ, സോ 5 വർഷം മുന്നേ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പിൽ നമ്മൾ എൻഗേജ്ഡ് ആയി. അതിൽ ഫേം എ റിസീവ് ചെയ്യുന്നത് എത്രയാണ്? ഫിക്സഡ് 8%, പിന്നെ പേ ചെയ്തത് മിബർ, അതായത് ഈ സ്വാപ്പ് എന്ന് പറയുമ്പോൾ എക്സ്ചേഞ്ച് ആണല്ലോ. അപ്പോൾ റിസീവ് ചെയ്തത് 8% ഫിക്സഡ് റേറ്റ് ഇൻട്രസ്റ്റിൻ്റെ ഒരു ബോണ്ടും, പിന്നെ പേ ചെയ്തത് മിബർ പ്ലസ് 1, അതായത് മുംബൈ ഇൻ്റർബാങ്ക് ഓഫർ റേറ്റ് പ്ലസ് 1%, അത് ഫ്ലോട്ടിംഗ് റേറ്റ് ആണ്. For simplicity of exposition, we assume annual payment. There are 3 remaining annual payments. അതായത് 5 വർഷത്തെ കോൺട്രാക്റ്റ് ആണ്, 2 വർഷം മുന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അതായത് ഇനി 3 വർഷം കൂടി ഉണ്ട്, ആനുവൽ പേയ്മെൻ്റ് ഉണ്ട്. Since the time of swap, interest rates have moved upwards, causing the value of swap to change. It may be noted that the value of swap was 0 2 years ago when it was set up. ഏതൊരു സ്വാപ്പ് കോൺട്രാക്റ്റും സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ 2 years കഴിഞ്ഞപ്പോൾ അതിൻ്റെ വാല്യൂ, ഇൻട്രസ്റ്റ് റേറ്റ്സ് നല്ല ചേഞ്ചിങ് ആണ്, അതായത് അപ്വേർഡ്സ് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് വാല്യൂ ഓഫ് ദ സ്വാപ്പിലും ചേഞ്ച് ഉണ്ടാകും. Assume that the payment of the floating rate determined 1 period advance is at the rate of 9.5. അതായത് മിബർ വാസ് അറ്റ് 8.5%. അതായത് ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. ഫ്ലോട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് 9.5% ആണ്. അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മിബർ പ്ലസ് 1%. അതായത് മിബർ റേറ്റ് എന്ന് പറയുന്നത് മുംബൈ ഓഫർ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് 8.5% ആണ്. സോ 8.5% പ്ലസ് 1 9.5% ആണ് ഫ്ലോട്ടിംഗ് റേറ്റ് വരുന്നത്. ഫിക്സഡ് റേറ്റ് 8% ആണുള്ളത്. ഓക്കെ, ഇനി ഓരോ ഇയറിലുള്ള ചേഞ്ച്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, ദ ടേം ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ടുഡേ, ഇന്നത്തെ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇയറിൽ 10%, 3 വർഷം കൂടിയാണുള്ളത്. ഫസ്റ്റ് ഇയറിൽ 10%, സെക്കൻഡ് ഇയറിൽ 10.5%, തേർഡ് ഇയറിൽ 11%. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ടൈപ്പ് പ്രോബ്ലം തന്നാൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. വാല്യൂ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആദ്യം നമ്മൾ വാല്യൂ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള തിയറി എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് സ്വാപ്പ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഫ്ലോട്ടിംഗ് റേറ്റ് സ്വാപ്പ് മൈനസ് വാല്യൂ ഓഫ് വാല്യൂ ഓഫ് സ്വാപ്പ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് സ്വാപ്പ് എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഫിക്സഡ് കൂപ്പൺ റേറ്റ്, അതായത് ഫിക്സഡ് കൂപ്പൺ റേറ്റ് മൈനസ് വാല്യൂ ഓഫ് ഫ്ലോട്ടിംഗ് കൂപ്പൺ റേറ്റ്. ഓക്കെ, ഫ്ലോട്ടിംഗ് കൂപ്പൺ റേറ്റ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഫിക്സഡ് കൂപ്പൺ റേറ്റിൽ നിന്നും ഫ്ലോട്ടിംഗ് കൂപ്പൺ റേറ്റ് മൈനസ് ചെയ്തിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? വാല്യൂ ഓഫ് സ്വാപ്പ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ വാല്യൂ ഓഫ് ഫിക്സഡ് കൂപ്പൺ റേറ്റ് നമ്മൾ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. വാല്യൂ ഓഫ് ഫിക്സഡ് കൂപ്പൺ റേറ്റ് കാണാനുള്ള ഇക്വേഷൻ സിഗ്മ 1:n, അതായത് എത്ര വർഷത്തേക്കാണോ അത്ര ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഡിവൈഡഡ് ബൈ 1 + r⁻n. എത്ര വർഷത്തേക്കാണോന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കൂടിക്കൂടി വരും. ഇപ്പോൾ 1 year 2 year, ഇവിടെ നമ്മുടെ പ്രോബ്ലത്തിൽ 3 year ആണുള്ളത്. അപ്പോൾ 3 yearsലേക്കുള്ള ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ 1 + r⁻n, ദെൻ പ്ലസ് പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ഡിവൈഡഡ് ബൈ 1 + r⁻n. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ വാല്യൂ ഓഫ് ഫിക്സഡ് റേറ്റ് പേയ്മെൻറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ദെൻ വാല്യൂ ഓഫ് ഫ്ലോട്ടിംഗ് റേറ്റ് പേയ്മെൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ഫ്ലോട്ടിംഗ് റേറ്റിൽ ഒരൊറ്റ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ഉണ്ടാവുള്ളൂ, ഫ്ലോട്ടിംഗ് റേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഇപ്പോൾ 9.5% ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഫ്ലോട്ടിംഗ് റേറ്റ് ഡിവൈഡ് ബൈ 1 + r⁻r1 പ്ലസ് പി ഡിവൈഡഡ് ബൈ 1 + r1.
ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് റേറ്റിൻ്റെ ഇത് കണ്ടുപിടിക്കുക. ദെൻ ഈ ഫ്ലോട്ടിംഗ് റേറ്റും വാല്യൂ ഓഫ് സ്വാപ്പ് കണ്ടുപിടിക്കുക, വാല്യൂ ഓഫ് ഫിക്സഡ് റേറ്റ് മൈനസ് വാല്യൂ ഓഫ് ഫ്ലോട്ടിംഗ് റേറ്റ്. ഓക്കെ, ഇതാണ് നമ്മൾ തിയറി പ്രകാരം പഠിച്ചിട്ടുള്ളത്. സോ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ആദ്യം നമുക്ക് വാല്യൂ ഓഫ് ഫ്ലോട്ടിംഗ് റേറ്റിൻ്റെ നോക്കാം. ഫ്ലോട്ടിംഗ് റേറ്റിൻ്റെ എത്രയാണ് വാല്യൂ ഓഫ് ഫ്ലോട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ, അല്ലെങ്കിൽ ഫിക്സഡ് റേറ്റിന് ഏതെങ്കിലും ഒന്ന് ഫസ്റ്റ് കണ്ടുപിടിക്കുക. സോ വാല്യൂ ഓഫ് ഫിക്സഡ് റേറ്റ് ആയിക്കോട്ടെ. വാല്യൂ ഓഫ് ഫിക്സഡ് റേറ്റ് എന്ന് പറയുമ്പോൾ 3 വർഷത്തെയാണുള്ളത്. സോ ഫസ്റ്റ് ഇയറിൽ 10%, സെക്കൻഡ് ഇയറിൽ 10.5%, തേർഡ് ഇയറിൽ 11%. ഓക്കെ, സോ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ പ്രകാരം എങ്ങനെയാണ്, എഫ് ഡിവൈഡഡ് ബൈ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് 1+R. അപ്പോൾ ആദ്യത്തെ വർഷം 1+R1 എന്ന് പറയുമ്പോൾ ആദ്യത്തെ വർഷത്തെ ഫ്ലോട്ടിംഗ് റേറ്റിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കൗണ്ട് പീരീഡ് ഫോർ പീരീഡ് 1 ഫസ്റ്റ് പീരീഡിലെ ഡിസ്കൗണ്ട് റേറ്റ് ആണ് കൺസിഡർ ചെയ്യുക. ഇതും നമ്മൾ ഇക്വേഷൻ പറഞ്ഞപ്പോൾ തിയറി പ്രകാരം ഉള്ളതാണ്. അതായത് നിങ്ങൾക്കൊന്നുകൂടെ കാണിച്ചു തരാം. അതായത് ഇതിൽ നോക്കുക, ഇക്വേഷനിൽ വാല്യൂ ഓഫ് ഫിക്സഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, വാല്യൂ ഓഫ് ഫിക്സഡ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. സിഗ്മ 1 to n C1 ഡിവൈഡഡ് ബൈ 1+R⁻n P ഡിവൈഡഡ് ബൈ 1+Rn. ഓക്കെ, അതിൽ C1 എന്ന് പറയുന്നത് കൂപ്പൺ പേയ്മെൻറ്റ് അറ്റ് ടൈം 1, ഓരോ വർഷത്തെ കൂപ്പൺ റേറ്റ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. ദെൻ R1 എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് റേറ്റ്. ദെൻ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീരീഡ്സ്, P പ്രിൻസിപ്പൽ എമൗണ്ട്. സോ നമ്മുടെ ഈ പ്രോബ്ലത്തിൽ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നതാണ് ഈ 10% ഇൻട്രസ്റ്റ് റേറ്റുകൾ ഡിസ്കൗണ്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയറിൽ 10%, സെക്കൻഡ് ഇയറിൽ 10.5, തേർഡ് ഇയറിൽ 11%. ഓക്കെ, ദെൻ ഇനി അതുപോലെ ഫ്ലോട്ടിംഗ് റേറ്റിൽ നോക്കുക. ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. VF F1 + 1+R1. എഫ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഫ്ലോട്ടിംഗ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്, ഡിവൈഡ് ബൈ 1+Rn. Rn എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് റേറ്റ് ഫോർ പീരീഡ് 1 ഫസ്റ്റ് പീരീഡിലുള്ള ഡിസ്കൗണ്ട് റേറ്റ് ആണ് നമ്മൾ ഇക്വേഷനിൽ കൺസിഡർ ചെയ്യുക. സോ നമ്മുടെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പീരീഡിലെ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. ഓക്കെ, ദെൻ P നോഷണൽ പ്രിൻസിപ്പൽ എമൗണ്ട് ഡിവൈഡ് ബൈ 1+R1. ദെൻ ഇത് വാല്യൂ ഓഫ് സ്വാപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫിക്സഡ് കൂപ്പൺ റേറ്റ് ബോണ്ട് മൈനസ് പ്രസൻറ്റ് വാല്യൂ, അതായത് ഡിസ്കൗണ്ട് റേറ്റ് വെച്ച് ചെയ്യുമ്പോൾ തന്നെ പ്രസൻറ്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ടാവും. ആ പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫിക്സഡ് മൈനസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്ലോട്ടിംഗ് ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെയാണ് അപ്പോൾ ചെയ്യുക. ഫ്ലോട്ടിംഗ് റേറ്റിലുള്ളത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നമുക്ക് എത്രയാണ് വരിക എന്നുള്ളത് നോക്കാം. സോ വാല്യൂ ഓഫ് ഫ്ലോട്ടിംഗ് റേറ്റ് എന്ന് പറയുന്നത്, ഫ്ലോട്ടിംഗ് റേറ്റിലുള്ളത് ആദ്യം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഫിക്സഡ് റേറ്റിലുള്ള ഫ്ലോട്ടിംഗ് റേറ്റിലുള്ളത് നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ F1 ഡിവൈഡഡ് ബൈ 1+R1 പ്ലസ് P ഡിവൈഡഡ് ബൈ 1+R1. അതാണല്ലോ നമ്മൾ പഠിച്ചത്. സോ എഫ് എന്ന് പറയുന്നത് എന്താണ്, പിന്നെ F1 എന്ന് പറയുന്നത് 9.5% ആണ്. ഓക്കെ, കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് 9.5% ആണ്, ഡിവൈഡഡ് ബൈ 1+1.10 പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 100 ആണ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടില്ല. സോ നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെ തരാത്ത പ്രോബ്ലത്തിലാണെങ്കിൽ 100 ആയിട്ട് അസ്യൂം ചെയ്യും. സോ 100 ഡിവൈഡഡ് ബൈ 1.10, അതായത് 109.5 ഡിവൈഡഡ് ബൈ 1.10. ഇങ്ങനെയാണ് നമ്മൾ ഫ്ലോട്ടിംഗ് റേറ്റിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുക. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 99.545. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ ഫ്ലോട്ടിംഗ് റേറ്റിൻ്റെ. ഓക്കെ, സോ ഫ്ലോട്ടിംഗ് റേറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ട് അതിനെ ഡിസ്കൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഫ്ലോട്ടിംഗ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് 9.5% ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ 1.10 വെച്ചിട്ട്, ദെൻ പ്രിൻസിപ്പൽ എമൗണ്ട് 100 ഡിവൈഡ് ബൈ 1.10. ഓക്കെ, ഇനി നമ്മൾക്ക് ഫിക്സഡ് റേറ്റിൻ്റെ കണ്ടുപിടിക്കാം. സോ വാല്യൂ ഓഫ് ഫിക്സഡ് കൂപ്പൺ റേറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, 3 വർഷത്തെ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ് 8% ആണ് വരുന്നത്. 8% അതിന് ആദ്യത്തെ വർഷത്തെ ഡിസ്കൗണ്ട് റേറ്റ് പ്രകാരം 1.10, അതായത് 1+0.10 ആണ്, പ്ലസ് രണ്ടാമത്തെ വർഷം 8 ഡിവൈഡ് ബൈ 1.105, അതായത് 10.5% ആണ് വരുന്നത്, റേസ് ടു 2.
ദെൻ മൂന്നാമത്തെ വർഷത്തിൽ 8 ഡിവൈഡഡ് ബൈ 1.105 റേസ് ടു 3 പ്ലസ് നാലാമത്തെ വർഷം 100 നാലാമത്തെ വർഷത്തിലെ മൂന്നാമത്തെ വർഷം അവസാനം പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ 1.105 ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക്. മൂന്നാമത്തെ വർഷത്തെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? ക്വസ്റ്റ്യനിൽ എത്രയാണ് ഒന്ന് നോക്കുക. മൂന്നാമത്തെ വർഷം 11% ആണ് അല്ലേ? അപ്പോൾ 11% ആകുമ്പോൾ അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ എങ്ങനെയാണ് വരിക? 8 ഡിവൈഡഡ് ബൈ 1.11 ഓക്കെ 1.11 റേസ് ടു 3 പ്ലസ് 100 ഡിവൈഡഡ് ബൈ മൂന്നാമത്തെ വർഷത്തത് 1.11 റേസ് ടു 3. സോ ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കിട്ടുന്നത് 92.793 ആണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് വാല്യൂ ഓഫ് ഫ്ലോട്ടിംഗ് റേറ്റ് ലെഗും കിട്ടി, അതുപോലെ ഫിക്സഡ് റേറ്റിൻ്റെതും കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂ ഓഫ് സ്വാപ്പ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഫിക്സഡ് കൂപ്പൺ റേറ്റ് മൈനസ് വാല്യൂ ഓഫ് ഫ്ലോട്ടിംഗ് കൂപ്പൺ റേറ്റ്. സോ ഫിക്സഡിൻ്റെ കിട്ടിയത് 92.793 ആൻഡ് ഫ്ലോട്ടിങ്ങിൻ്റെ കിട്ടിയത് 99.545. ദാറ്റ് മീൻസ് -6.752. ഇവിടെ മൈനസ് ഫിഗറാണ് കിട്ടിയിരിക്കുന്നത്. സോ സ്വാപ്പ് ക്യാൻ ബി ക്യാൻസൽഡ് ഈ ഫേം എ പേസ് 6.752. അതായത് ഇവിടെ ഇത്രയും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാപ്പ് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ റിസീവ് അല്ല, സ്വാപ്പ് പേയ്മെൻ്റ് ആണ്, നെഗറ്റീവ് ഫിഗറാണ് വന്നിരിക്കുന്നത്. സോ നമ്മൾ ഫിക്സഡ് റേറ്റിൽ നിന്നും ഫ്ലോട്ടിംഗ് റേറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് വാല്യൂ ഓഫ് സ്വാപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെയാണ് ഈ ടൈപ്പ് പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ